ആഴിയിൻ ആഴങ്ങളിൽ തീരത്തെത്തുന്ന തിരകൾ, തിരയെ മറികടന്ന് തീരം വിട്ടുപോകുന്ന മത്സ്യയാനങ്ങൾ. എത്ര നയനമനോഹരമായ ദൃശ്യങ്ങളാണ്. ദൃശ്യങ്ങൾക്കപ്പുറത്ത് ജീവിത മാർഗത്തിന് വേണ്ടിയുള്ള മത്സ്യത്തൊഴിലാളികളുടെ ഈ അനുഭവ യാത്രകളിൽ നിരവധി അനുഭവങ്ങൾ പലപ്പോഴും ഉണ്ടാകുന്നു. മത്സ്യത്തൊഴിലാളികളുടെ ആത്മീയ അനുഭവങ്ങളിലൂടെയുള്ള യാത്ര ആഴിയിൻ ആഴങ്ങളിൽ. ഇത് ആൻഡ്രൂസ് ചിറയൻകീഴ് താലൂക്കിലെ പൂത്തുറ സ്വദേശിയാണ്. 15-ാം വയസ്സിൽ മത്സ്യബന്ധനം തൊഴിലായി സ്വീകരിച്ച ഇദ്ദേഹം കടലിലും കരയിലുമായി നിരവധി അനുഭവങ്ങൾ നേരിട്ടിട്ടുണ്ട്. ആഴിയിൻ ആഴങ്ങളിലൂടെ മനസ്സ് തുറക്കുന്നു ആൻഡ്രൂസ്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ആൻഡ്രൂസ് എന്നാണ്. ഞാൻ താമസിക്കുന്നത് പൂത്തുറ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. എൻ്റെ കൊച്ചുനാളിലെ കരമടി കമ്പോല ഉള്ള കുടുംബത്തിലുള്ള സാധനം ആണ് ഞാൻ പണി ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് 15-ാമത്തെ വയസ്സിൽ പഠിത്തം നിർത്തി. അത് കുടുംബത്തിലുള്ളതായിരുന്നു കമ്പലിയും കൊള്ളവും. അതിങ്ങനെ നഷ്ടത്തിൽ കലാശിച്ച് പോയപ്പോൾ അതിൽ കളയേണ്ടി വന്നു. പിന്നെ സ്വന്തമായിട്ട് കട്ടമരവും വലയും ഉണ്ടാക്കി അതിൻ്റെ പുറകിന് നടന്ന് അതുമൊക്കെ ഇങ്ങനെ നഷ്ടപ്പെട്ട് പോയി. പിന്നെ അത് അടുത്ത സ്റ്റെപ്പായിട്ട് ഗവൺമെൻറ്റിൽ നിന്ന് ലോൺ എടുത്ത് എച്ചമ്പലയും വെള്ളം ഉണ്ടാക്കി. ഫസ്റ്റിലെ പണിക്കിറങ്ങുമ്പോഴത്തേക്ക് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും വെച്ച് സ്തുതിയും പറഞ്ഞ് കുടുംബത്തിൽ നിന്നുകൊണ്ടാണ് അപ്പനും ഞങ്ങളുമായിട്ട് ഒത്തുപോകുന്നത്. കമ്പോലയും വെള്ളമായിരുന്നു ആദ്യം കുടുംബത്തിലുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് എനിക്ക് പ്രാപ്തിയായപ്പോഴത്തേക്ക് ഞാൻ വിവാഹം കഴിച്ച് ആ കമ്പോലയും വെള്ളം ആ സമയത്ത് നശിച്ചു പോയി. കാരണം സാധാരണ രീതിയിൽ വളരെ തുച്ഛമായ രീതിയിലുള്ള വരുമാനമാണ് അതിൽ വന്നുകൊണ്ടിരിക്കുന്നത്. 10-30 പേര് ജോലി ചെയ്യുന്ന പ്രസ്ഥാനമായിരുന്നു. പക്ഷേ അത് നഷ്ടത്തിൽ കലാശിച്ച് പോയപ്പോഴേ അത് കളയേണ്ടി വന്നു. അപ്പോൾ ഞാനും അവിടെ നിന്ന് വിട്ടുമാറി. അപ്പൻ പ്രായമായി. പിന്നെ അപ്പം മരണപ്പെട്ടു പോയി. ഒരു എച്ചമ്പലയും വെള്ളം ഉണ്ടാക്കി. അത് ഇങ്ങനെ പോകുകയും വരികയൊക്കെ ചെയ്ത് ചിലപ്പോഴൊക്കെ വല ആളുകൾ കൊത്തിക്കേണ്ടൊക്കെ പോയി കളയും. പിന്നെ കയ്യിൽ മുറിഞ്ഞൊക്കെ പല പ്രാവശ്യം മുറിഞ്ഞു പോയിട്ടുണ്ട്. അങ്ങനെയൊക്കെ നഷ്ടങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ അത് കളഞ്ഞെന്ന് പറയുന്നത് വേറെ നിവൃത്തി മാർഗ്ഗങ്ങളൊന്നും ഇല്ലാതെ വരുമ്പോഴത്തേക്ക് അത് അങ്ങ് വീക്ഷിച്ച് പോവുകയാണ് ചെയ്യുന്നത്. കാരണം അത് മുഖ്യമായ പ്രശ്നം വന്നതെന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് എന്നെ സഹായിക്കാൻ വേറെ ആളില്ലായിരുന്നു. പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ 3 പെൺമക്കളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ തനിച്ചാണ് ഇവിടെ നിന്ന് പോണത്. അപ്പോൾ പിന്നെ വേറെ ആരെങ്കിലും കൂലിക്ക് കിട്ടുന്ന ആരെങ്കിലും കൊണ്ടാണ് പോണത്. അങ്ങനെ അതിന് നഷ്ടത്തിലും കലാശിച്ച് വന്നപ്പോൾ അതുമെല്ലാം കളയേണ്ടി വന്നു. യഥാർത്ഥം പറഞ്ഞാൽ എനിക്കുള്ള സപ്പോർട്ടെന്ന് പറയുന്നത് എൻ്റെ ഭാര്യയായിരുന്നു. ഭാര്യ എന്ന് പറയുന്നത് ഞാൻ കടലിൽ പോകുമ്പോഴത്തേ അവരെ അതിൻ്റെ രീതിയിലും മക്കളുമായിട്ടിരുന്ന് പ്രാർത്ഥിക്കും. അപ്പോൾ പ്രാർത്ഥിക്കുന്ന വലിയ ആപത്തുകളെല്ലാം വന്ന സമയത്ത് പോലും അങ്ങനെ അതൊക്കെ തട്ടി നീങ്ങി പോയിട്ടുണ്ട്. പിന്നെ അതൊക്കെ നമ്മുടെ ജീവിത അനുഭവത്തിലുള്ള കാര്യങ്ങളാണ്. എച്ചമ്പലയും വെള്ളവും ഉണ്ടാക്കിയെന്ന് പറഞ്ഞില്ലേ. എച്ചമ്പലയും വെള്ളം അത് 4 പേരായിട്ടാണ് ഞങ്ങൾ പണിക്ക് പോകുന്നത്. 4 പേരായിട്ട് പണിക്ക് പോയപ്പോൾ വളരെ പടിഞ്ഞാറ് പോയാണ് അത് നീട്ടുവല നീട്ടുന്നത്. വളരെ പടിഞ്ഞാറ് കൊണ്ട് നീട്ടിയപ്പോഴത്തേക്ക് കപ്പൽ വന്നായിരുന്നു. കപ്പൽ നേരെ തന്നെ. അപ്പോൾ നമുക്ക് അതിൻ്റെ ബാക്കിയുള്ള മെഷീനും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇങ്ങനെ ഈ ദൂരെ നോക്കി മെഷീനൊക്കെ ഇപ്പോൾ അതൊക്കെ ഉണ്ട്. അന്ന് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അന്ന് ഇപ്പോൾ കപ്പൽ എവിടെയെങ്കിലും ദൂരെ നിന്ന് വരുമ്പോൾ നമ്മുടെ വള്ളത്തിൽ നമ്മൾ വിളക്ക് കത്തിച്ച് കാണിക്കുക ചെയ്യണത്. മണ്ണെണ്ണ കൊണ്ടുപോയി തുണിയിൽ ചുറ്റി ഇങ്ങനെ വിളക്ക് കത്തിച്ച് കാണിക്കുമ്പോൾ അത് ഒഴിഞ്ഞു പോകണം. പക്ഷേ കപ്പൽ ഒഴിഞ്ഞു പോകാതെ നമ്മളെ ഉദ്ദേശത്തിന് ഒഴിഞ്ഞു പോകില്ല എന്നുള്ള ഇത് വന്നപ്പോഴത്തേക്ക് ഇതിൻ്റെ കയ്യടി റോപ്പെന്ന് പറയും. കയ്യടി റോപ്പ് നമ്മുടെ വള്ളത്തിൽ കെട്ടിയിരിക്കുന്നതാണ്. വല നീട്ടിയിട്ട് കയ്യടി റോപ്പ് വള്ളത്തിൽ കെട്ടിയിരിക്കുന്നതാണ്. ഇത് കപ്പലിങ്ങനെ നേരെ തന്നെ കയറി വരുന്നത് കണ്ടിട്ട് ഈ റോപ്പ് അഴിച്ച് വിട്ട് നമ്മൾ ദൂരോട്ട് ഓടി മാറി. അപ്പോൾ കപ്പൽ പോയി കഴിഞ്ഞതിന് ശേഷം ഈ വല എടുക്കാൻ വേണ്ടി ഒന്ന് പക്ഷേ കപ്പൽ മാറിപ്പോയി ശേഷം വല അങ്ങ് താന്നു പോയി. അപ്പോൾ യഥാർത്ഥം പറഞ്ഞാൽ ദൈവത്തിനെ നേരിട്ട് കണ്ട് ആ ഒരു അവസ്ഥയിൽ
ദൈവത്തിനെ നേരിട്ട് കണ്ടെന്ന് പറഞ്ഞാൽ മരണത്തിൻ്റെയും ഈ നഷ്ടത്തിൻ്റെ ഇതിൻ്റെ ഒരു ഭയങ്കരമായ ഇടയിലായിരുന്നു. ഈ 4 ആളുകളും കിടന്ന് അവിടെ കിടന്ന് ഊപ്പാട് വന്നു പറഞ്ഞാൽ വിളിക്കാത്ത ദൈവങ്ങളില്ല. അങ്ങനെ ആ ഒരു അവസ്ഥയിൽ പിന്നെ കുറച്ചധികം നേരം കഴിഞ്ഞതിന് ശേഷം ഇത് കപ്പൽ ഓടി വളരെ ദൂരെ പോയി കഴിഞ്ഞതിന് ശേഷം വല മറിയിൽ നിന്ന് മേലോട്ട് പൊങ്ങി വന്ന് വലിച്ചെടുക്കുകയാണ് ചെയ്തത്. അതൊരു ഭയങ്കര ഒരു അനുഭവമാണ്. ദൈവാനുഗ്രഹം തന്നെയാണ് അത് കിട്ടാനുള്ള കാരണം വന്ന്. അതായത് നമ്മൾ പ്രാർത്ഥിക്കുമല്ലോ. പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞാൽ ഈ വല കിട്ടിയില്ലെങ്കിൽ ജീവിതം തീർന്ന്. ഈ ഒരു കുടുംബത്തിൻ്റെ കട്ടപ്പുകയായിരുന്നു. പക്ഷേ അതെന്ന് പറയുന്നത് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന രീതിയിലല്ല. അത്രയ്ക്കുള്ളൊരു അനുഭവമായിരുന്നു. 4 പേര് അവിടെ വെള്ളത്തിൽ പോയി കിടന്ന് ഇനി പെടാൻ പാടൊന്നുമില്ല. അടുത്തുള്ള വള്ളക്കാരെയൊക്കെ വിളിച്ച് പിന്നെ എല്ലാ വള്ളക്കാരും കൂടെയാണ് പിന്നെ ഈ തിരക്കി ഓടിയെന്ന് പറയുമ്പോൾ കപ്പൽ കൊണ്ടുപോയെന്നാണ് വിചാരിച്ചത്. കപ്പലിൻ്റെ ഈ അണിയമില്ലേ, കപ്പലിൻ്റെ അണിയത്ത് ഇങ്ങനെ കോരി എടുത്തുകൊണ്ട് പോയെന്നാണ് വിചാരിച്ചത്. പക്ഷേ കുറച്ചധികം സമയം കഴിഞ്ഞതിന് ശേഷം ഒരു 4-5 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഈ വലകളെല്ലാം നിവപ്പെല്ലാം മേലെ പൊന്തി വന്നു. അങ്ങനെ അത് വലിച്ചെടുക്കുക. അത് ദൈവത്തിൻ്റെ ഇടപെടൽ വലിയൊരു ഇടപെടലായിരുന്നു. അല്ലെങ്കിൽ അതോടെ തീർന്ന് ആത്മഹത്യ ചെയ്യേണ്ടതാണ്. വല പടിഞ്ഞാറ് പോയി വിട്ട് ആ വല കിട്ടി. അതിനെ വലിച്ചു മാറ്റി നമ്മൾ പിന്നെ എച്ചമ്പലയും കൊണ്ടുപോയി. എച്ചമ്പലയും കൊണ്ട് മാസങ്ങൾ കഴിഞ്ഞ് എച്ചമ്പലയും കൊണ്ടുപോയി. ഇതേപോലെ പിന്നെ വല റോപ്പ് കൈന് മുറിഞ്ഞു പോകേണ്ട ഒരവസ്ഥ വന്നു. അതായത് കടലിൽ വെള്ളം ഒഴുക്കെന്ന് പറയും. ഒരത്ത വലുവ് നിൽക്കുമ്പോൾ നമ്മുടെ കയ്യിരിക്കുന്ന സാധനങ്ങൾ മുറിഞ്ഞു പോകാറുണ്ട്. ആ സമയത്ത് ഈ വല മുറിഞ്ഞങ്ങ് പോയി. ഇതിനെ തിരക്കി കിടന്നിട്ട് കിട്ടാതെ എന്ന് പറയുന്നത് ഇതേപോലെ ഒരു 5-6 വള്ളക്കാർ കൂടി പിന്നെ അന്വേഷിച്ച് അങ്ങ് വലിയറ പോയാണ് കിട്ടിയത്. കിട്ടിയെന്ന് പറയുന്നത് അവിടെയുള്ള ആളുകൾ കര വലിച്ചു കയറിയത്. കര വലിച്ചു കയറ്റി അവർ കടപ്പുറത്തിട്ട് ഉണക്കി ഇട്ടിരിക്കുകയായിരുന്നു. പിന്നെ അവിടെ നിന്ന് അവർക്ക് പൈസയും കൊടുത്ത് നമ്മൾ തിരിച്ച് എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ അതൊരു ദൈവാനുഗ്രഹം തന്നെയാണ്. അപ്പോൾ അതല്ല, ഇപ്പോൾ അവർ ഉടക്കിയെല്ലാം റെഡിയാക്കി വെച്ചപ്പോൾ സംഗതി അവരെടുത്തുകൊണ്ട് മുകളിലോട്ട് പോയെങ്കിൽ നമ്മൾ അറിയത്തില്ല. കടപ്പുറത്ത് കിടന്നുകൊണ്ടാണ് നമ്മുടെ സാധനമാണെന്ന് നമുക്ക് അറിയാൻ സാധിച്ചത്. ഞങ്ങളൊരു 3-4 പേര് കൂടിയൊക്കെയാണ് പോണത്. 3 പേരെങ്കിലും കാണും. സ്ഥിരമായിട്ട് ഞങ്ങൾ 3 പേരായിട്ടാണ് പോകുന്നത്. പിന്നെ ഒരാൾ എന്തെങ്കിലും പണി കൂടുതലുണ്ടായിരിക്കുമ്പോൾ ഒരാളിനെ കൂടെ കയറ്റും. അങ്ങനെ 4 പേരായിട്ട് പോകും. അങ്ങനെയാണ് ഈ എച്ചമ്പലയിൽ നമ്മൾ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വേറെ ജീവഹാനി സംഭവിക്കുന്ന രീതിയിലുള്ള അപകടങ്ങളൊന്നും നമ്മൾ നേരിട്ടിട്ടില്ല. അങ്ങനെയുള്ള അവസരത്തിൽ ഒന്നും പോകത്തില്ല. യഥാർത്ഥം പറഞ്ഞാൽ ആളുകൾ പോകും, പഞ്ചെങ്കിലുള്ളവരൊക്കെ പോകും, നമ്മൾ പോകത്തില്ല. അങ്ങനെയായിരുന്നു നമ്മുടെ മെത്തേഡ്. അതുകൊണ്ട് വലിയ ജീവഹാനി ഉണ്ടാകുന്ന രീതിയിലുള്ള അപകടങ്ങളൊന്നും നേരിട്ടിട്ടില്ല. നമ്മൾ ദൈവത്തിൻ്റെ വിശ്വാസത്തിൽ തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു ദിവസം പ്രഭാതം തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ രാവിലെ പണിക്ക് പോകുന്നു. രാവിലെ പണിക്ക് വന്നിട്ട് മുമ്പ് വീട്ടിൽ ഫ്രണ്ടിൽ വന്ന് പടത്തിൻ്റെ മുമ്പേ വന്ന് മെഴുകുതിരി കത്തിച്ച് വെച്ച് ചന്ദനത്തിരി കത്തിച്ച് വെച്ച് പ്രാർത്ഥിച്ച് ബാബായ്ക്ക് പുത്രനും വെച്ച് ഒരാകാശങ്ങളിരിക്കുന്ന നന്മ അറിയാൻ പഠിച്ച് ഒരു സ്തുതിയും പറഞ്ഞിട്ടാണ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. അതെന്ന് പറഞ്ഞാൽ ഒരു ദൈവാനുഗ്രഹത്തിൻ്റെ പുറത്ത് തന്നെയാണ് ഇറങ്ങിപ്പോകുന്നത്. യഥാർത്ഥ കടപ്പുറത്തുകാരന് കടലിൻ്റെ അന്തരീക്ഷത്തിന് മാറ്റങ്ങൾ വരില്ലേ? മാറ്റങ്ങൾ വരുമ്പോൾ അറിയാൻ സാധിക്കും. ഇന്ന കണക്ക് കോള് വരാൻ പോവുകയാണ്. എന്നതുകൊണ്ട് അതിൽ നിന്ന് നമ്മൾ ഒഴിവായി നിന്നില്ലെങ്കിൽ നമ്മൾ ആ ആപത്തിൽ പെട്ടുപോകും. അങ്ങനെയൊക്കെ ആ സുനാമിയിലൊക്കെ ആളുകൾ ഒഴിയൊക്കെ പോയത്. കാരണം ഏത് സമയത്തും ജോലി ചെയ്യണം എന്നുള്ള ആകാംക്ഷയിലെ ആളുകൾ എപ്പോഴും നോക്കിയാലും വെള്ളത്തിൽ പോയി ആപത്തിൽ തനിയെ ചെന്ന് ചാടുകയാണ് ചെയ്യണത്. അങ്ങനെയുള്ള അവസരത്തിൽ യഥാർത്ഥത്തിൽ നമ്മൾ പോയിട്ടില്ല. എന്നെ സംബന്ധിച്ച് ഞാൻ പോയിട്ടില്ല. കാരണം നേരത്തെ ഈ സാധനങ്ങളെല്ലാം കൊണ്ട് ഇങ്ങനെ പോയി ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് നമുക്കിത് സ്വന്തമായിട്ട് തോന്നും. കടപ്പുറത്ത് ഇന്ന് അല്ലെങ്കിൽ ഈ വരുന്ന രാത്രിയിൽ കോള് പിടിക്കാൻ പോവുകയാണ് എന്നുള്ളൊരു തോന്നൽ നമ്മുടെ മനസ്സിലുണ്ടാവും. അപ്പോൾ നമ്മളതിന് പോകത്തില്ല. അങ്ങനെയാണ് ആപത്തിലൊക്കെ രക്ഷപ്പെട്ട് നിന്നത്. അതിപ്പോൾ ഒരു ദൈവാനുഗ്രഹം തന്നെയാണ്. പ്രാർത്ഥനയും കാര്യങ്ങളും
വീട്ടിലുള്ളവരെ എപ്പോഴും പ്രാർത്ഥിക്കുകയും പിടിക്കുകയൊക്കെ ചെയ്തതുകൊണ്ട് തന്നെയാണ് അങ്ങനെയൊക്കെ രക്ഷപ്പെടാൻ സാധിച്ചിട്ടുള്ളത്. രാവിലെ ഇവിടെ നിന്ന് നമ്മൾ ജോലിക്ക് പോകുകയാണെങ്കിൽ ഉദാഹരണത്തിന് വീട്ടിനിറങ്ങുമ്പോൾ 6 മണിക്ക് വീട്ടിലിറങ്ങുകയാണ്. ഇറങ്ങുമ്പോൾ ഫ്രണ്ടിൽ വന്ന് ആ പടത്തിൻ്റെ മുമ്പേ വന്ന് ഈശോയ്ക്ക് പ്രാർത്ഥിക്കും. നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിച്ച് ബാബായ്ക്കും പുത്രനും വെച്ച് ഒരു ആകാശനി നന്മ അറിയിച്ചും പഠിച്ച് ഒരു സ്തുതിയും പറഞ്ഞിട്ടാണ് ഇവിടെ നിന്ന് ഇറങ്ങുന്നത്. അവിടെ അതായത് ആ ഇറങ്ങിപ്പോകണമെന്ന് പറയുന്നത് ദൈവാനുഗ്രഹം കൊണ്ട് ഒരു വിധത്തിലുള്ള ആപത്തിലും ചെന്ന് പെടാതെ കർത്താവ് കര കൊണ്ട് വന്നിട്ടുണ്ട് പല ആവർത്തികൾ. അങ്ങനൊരു വിശ്വാസത്തിൽ തന്നെയാണ് ഇന്നും ജീവിക്കുന്നത്. പക്ഷേ ഇന്ന് നമ്മുടെ കയ്യിൽ സാധനങ്ങളെല്ലാം കൈവിട്ട് പോയി. അതാണ് നമ്മുടെ അവസ്ഥ. നമ്മളിപ്പോൾ ജോലിക്ക് പോകാത്ത സമയങ്ങളിൽ സന്ധ്യയ്ക്ക് പ്രാർത്ഥനയുണ്ട്, കുടുംബ പ്രാർത്ഥനയിൽ വീട്ടുകാർ ഭാര്യ ഉണ്ടായിരുന്ന സമയത്ത് ഭാര്യയും മക്കളും ഞാനും കൂടെ ഇരുന്നാണ് പ്രാർത്ഥിക്കുന്നത്. ആ പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത് അതൊരു ഭയങ്കരമായ ഒരു ദൈവാനുഗ്രഹം തന്നെയാണ്. അത് കടപ്പുറത്തുള്ളവരെ സംബന്ധിച്ച് അത് ഭയങ്കരമായൊരു ശക്തിയാണ്. എല്ലാ ആപത്തിൽ നിന്നും രക്ഷപ്പെട്ട് വരാൻ വേണ്ടിയുള്ള ഭയങ്കരമായ ഒരു ശക്തിയാണ്. അങ്ങനെ തന്നെയാണ് ആ കാലഘട്ടങ്ങളിലെല്ലാം മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഇപ്പോൾ ഉപകരണങ്ങളൊന്നുമില്ല, ഭാര്യയില്ല, മക്കളെ 3 പേരെയും കെട്ടിച്ചയച്ച് ഞാൻ തനിച്ചാണ്. അതുകൊണ്ടിപ്പോൾ ആപത്തുമില്ല, വീട്ടിൽ തന്നെ ഇരിക്കുകയല്ലേ. അമ്മ പ്രാർത്ഥിച്ചതുകൊണ്ട് തന്നെയാണ് ഈ വലിയ വലിയ ആപത്തുകളിൽ നമ്മൾ ചെന്ന് പെടാതെ ഇന്ന് ആ ദൈവാനുഗ്രഹത്തിലാണ് രക്ഷപ്പെട്ട് നിൽക്കുന്നത്. അതാണ് ഇന്നത്തെ അവസ്ഥ. എല്ലാം കൈവിട്ട് പോയി എങ്കിൽ തന്നെ ആ ഒരു പ്രാർത്ഥനയുടെ അംശം നമ്മുടെ ഭാഗത്ത് ഇപ്പോഴും ഉണ്ട്. ആ തള്ള ഇപ്പോൾ അവരും മരിച്ചു പോയി, അത് അപ്പനും അമ്മയൊക്കെ മരിച്ചു, എൻ്റെ ഭാര്യ മരിച്ചു, എല്ലാവരും മരിച്ചു. എങ്കിൽ തന്നെ ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവ തിരുമുമ്പിൽ എത്തിയത് കൊണ്ടാണ് ഇന്ന് ജീവിച്ചിരിക്കുന്നത്, നശിച്ചു പോകാതെ. ഈ കരമൊഴി കമ്പോലം ഉണ്ട്. 10-12 വയസ്സായപ്പോഴത്തേക്ക് പഠിത്തം നിർത്തി നോക്കുമ്പോൾ കുടുംബത്ത് ഈ സാധനമുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ അതിൽ ചെന്ന് പിടിച്ച് വലിക്കാനും പിടിക്കാനും തുടങ്ങി. അങ്ങനെ ഒരു ഇത് എനർജി വന്നു കഴിഞ്ഞപ്പോൾ സ്ഥിരമായിട്ട് ആ തൊഴിലങ്ങ് ചെയ്തു. അത് കഴിഞ്ഞ് ആ സാധനങ്ങൾ കുറച്ച് കാലം ഒരു 10-22 വയസ്സായി, എനിക്ക് ഒരു 10-22 വയസ്സായപ്പോൾ ആ സാധനങ്ങൾ അവിടെ നിന്ന് നഷ്ടപ്പെട്ടെല്ലാം പോയി. അതായത് അതിൻ്റെ കാലാകാലങ്ങൾ അതിനെ മെയിൻ്റനൻസ് ചെയ്യാൻ വേണ്ടിയുള്ള കാശില്ലായിരുന്നത് കൊണ്ട് അതെല്ലാം നഷ്ടപ്പെട്ടു പോയി. പിന്നെ അവിടെ നിന്ന് ഞാൻ മാറുകയും ചെയ്തു. ഞാൻ കല്യാണം കഴിച്ച് പ്രത്യേക കുടുംബമായപ്പോഴേ അതൊക്കെ അപ്പനും അമ്മയൊക്കെ അതിനൊക്കെ നഷ്ടപ്പെട്ടു പോയി. ഞായറാഴ്ച പള്ളിയിൽ പോകുമായിരുന്നു ആ കാലത്ത്. അതായത് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ വീട്ടിലുള്ള അമ്മയും ബാക്കി സഹോദരങ്ങളെല്ലാം എല്ലാ ദിവസവും പള്ളിയിൽ പോകാം. പള്ളി ഞങ്ങളുടെ അടുത്താണ്, തൊട്ടടുത്താണ്, താഴെയും മുകളിലാണ്. പള്ളി എന്ന് പറയുന്നത് എൻ്റെ കുടുംബത്തെ മോൾ വെച്ചാണ് പള്ളി, താഴെയും മുകളിലാണ് ഞാൻ പള്ളിയും ഞങ്ങളും. അപ്പോൾ എപ്പോഴും എന്നെ ഒഴിച്ച് ബാക്കി എല്ലാവരും പള്ളിയിൽ പോകും. കടലിൻ്റെ വ്യത്യാസം, അന്തരീക്ഷത്തിൻ്റെ വ്യത്യാസം, ഇതൊക്കെ നമുക്ക് സ്വന്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം സ്ഥിരമായിട്ട് 24 മണിക്കൂറും വെള്ളത്തിൽ കിടക്കുന്നതാണ്. വെള്ളത്തിൻ്റെ ചലനങ്ങളും പിന്നെ കാലാവസ്ഥയും ഇതുമൊക്കെ യഥാർത്ഥ ഒരു മത്സ്യത്തൊഴിലാളിക്ക് ഇതിനെപ്പറ്റിയെല്ലാം അറിയാൻ സാധിക്കും. വളരെ കോളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ പോകത്തില്ല, കരയിരിക്കും. യാദൃച്ഛമായിട്ട് പെട്ടുപോയാലേ കുഴപ്പമുള്ളൂ. അതായത് ഈ രാത്രി പണിയായതുകൊണ്ട് എല്ലാ ദിവസവും കണ്ടിന്യൂ പണി ചെയ്യാൻ പറ്റത്തില്ല. 3-4 ദിവസം പണി ചെയ്താൽ പിന്നെ 2-3 ദിവസം ലീവായിരിക്കും, പോകത്തില്ല പണിക്ക്. അങ്ങനെയാണ് നമ്മൾ ശീലിച്ചത്. ജോലിക്ക് പോകാത്ത അവസരങ്ങളിൽ കുടുംബ പ്രാർത്ഥനയിൽ കൂടെ ചേരും. അല്ലാത്ത സമയത്ത് ചേരാൻ പറ്റാത്തതെന്ന് പറയുന്നത് രാത്രിത്തെ തൊഴിലായതുകൊണ്ട് ചേരാൻ പറ്റത്തില്ല. അപ്പോൾ വീട്ടിലുള്ള പിള്ളേരും കുട്ടികളുമായിട്ട്, ഭാര്യയും പിള്ളേരും മക്കളുമായിട്ടിരുന്ന് അവരിരുന്ന് പ്രാർത്ഥിക്കും. കുടുംബ പ്രാർത്ഥന ഉണ്ടായിരുന്ന സമയങ്ങളിലെല്ലാം അങ്ങനെയായിരുന്നു. എന്താണെന്ന് 3 പെൺമക്കളെയാണ്. 3 പെൺമക്കളെ തന്നതുകൊണ്ട് കുടുംബത്തിനും മറ്റും കുഴപ്പങ്ങളൊന്നുമില്ലാതെ വഴക്കും ചണ്ടയും അതൊന്നും പോകാതെ പെൺകുട്ടികളായതുകൊണ്ട് അവർ പഠിച്ച് ഓരോരുത്തരും ഓരോ ഉദ്യോഗത്തിലായി ഓരോരുത്തരെ പറഞ്ഞയച്ചു. അല്ലാതെ അതുകൊണ്ട് ഇന്ന് ബാക്കി നമ്മൾ നിലനിൽക്കുന്നു. ഭാര്യ മരിച്ചു പോയെങ്കിലും പിള്ളേർ 3 പേരും ഉണ്ട്.
മൂന്നൂരുണ്ട്. ഇളയ ആൾ എല്ലാ ദിവസവും ഇവിടെ വരും. കാലത്തെ 8-8:30 മണിയാകുമ്പോൾ ഇളയ മോള് സ്കൂളെന്നാണ് അവളുടെ പേര്. അവൾ ഇവിടെ വരും, ടീച്ചറാണ്. ഇവിടുത്തെ ക്ലൂനി സ്കൂളിലാണ്, ഇവിടെ പുത്രത്തെ സ്കൂളിലാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ എല്ലാ ദിവസവും 8:30 ആകുമ്പോഴത്തേക്ക് ഇവിടെ വരും, എനിക്ക് ആഹാരവും കൊണ്ട്. ആ ഒരു അവസ്ഥയാണ്ടാണ് എനിക്ക് പണിക്ക് പോകാൻ തോന്നാത്തതും പണിക്ക് പോകാത്തതും. പിന്നെ അത് ശാരീരികമായിട്ടൊക്കെ വലിയ ബുദ്ധിമുട്ടായി. ആ അവസ്ഥയിൽ നിൽക്കുന്നതുകൊണ്ട് പണിക്ക് പോകുന്നില്ല. അതാണ് അതിൻ്റെ അവസ്ഥ. മത്സ്യത്തൊഴിലാളി എന്ന് പറയുന്നത് അവൻ എപ്പോഴും കടലിൽ പോയി കഠിനമായിട്ട് അധ്വാനിച്ച് അങ്ങനെയാണ് അവൻ്റെ ജീവിതം തള്ളി നിൽക്കുന്നത്. അപ്പോൾ മറ്റുള്ളവരുടെ ജീവിതമായിട്ട് താരതമ്യപ്പെടുത്താൻ പറ്റത്തില്ല. ഒരു സാധനം നമ്മളിപ്പോൾ ആദ്യം കട്ടമരത്തിൽ പോയി അത് മുമ്പോട്ട് പോകാത്ത ഒരവസ്ഥയായപ്പോഴത്തേക്ക് മിഷ്യൻ വെച്ചുള്ള ഒരു വള്ളം വേണമെന്ന് വിചാരിച്ച് ആ മിഷ്യനും വള്ളം ഉണ്ടാക്കി. അത് കഴിഞ്ഞ് അതിനുള്ള വലയുണ്ടാക്കി. ഇതെല്ലാം ഈ കടമെടുത്താണ് ഉണ്ടാക്കിയത്. നമ്മുടെ കയ്യിലൊന്നുമില്ലായിരുന്നു, കടമെടുത്താണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഈ എന്തെങ്കിലും കിട്ടുന്നത് ഇത് തിരിച്ചടച്ചും പിടിച്ചും നിന്ന് ഇത് അങ്ങനെ കയ്യിനങ്ങ് എല്ലാം നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഇന്ന് ഫ്രീ എന്ന് പറയുന്നത്. കടത്തുകാരൻ ഇന്നും ഗവൺമെൻറ് കടത്തുകാരനാണ്, ഒരു തരത്തിൽ വേറൊരു തരത്തിൽ കടത്തുകാരാണ്. സ്വന്തമായിട്ടൊരു ഉപകരണം ഉണ്ടായിരിക്കുമ്പോൾ നമ്മുടെ യഥേഷ്ടം നമ്മുടെ സമയത്തിന് പോകാം. ഇപ്പോൾ ആഴ്ചയിൽ 6 ദിവസമുണ്ട് ജോലിക്ക് പോകേണ്ട സമയം. നമ്മൾ 4 ദിവസമേ പോകുള്ളൂ. 2 ദിവസം നമ്മൾ സ്വന്തം സാധനം ഉള്ളതുകൊണ്ട് 2 ദിവസം നമ്മൾ റെസ്റ്റ് എടുക്കും. നമ്മൾ ദൈവത്തിനടുത്ത് പറയാനുള്ള ഒരേ ഒരു കാര്യം, എനിക്ക് ഇപ്പോൾ കൂടുതൽ സമ്പത്ത് ഉണ്ടാക്കി തരണമെന്ന് ദൈവത്തിനടുത്ത് ഒരിക്കലും പറഞ്ഞിട്ടില്ല. അധ്വാനിക്കുമ്പോൾ കൂടുതൽ ഫലം ഉണ്ടാവണമെന്ന് പറഞ്ഞിട്ടില്ല. ആപത്തുകൾ വരാതിരിക്കാൻ വേണ്ടി ദൈവം സംരക്ഷിക്കണ കർത്താവ് എന്ന് പ്രാർത്ഥിക്കും. ആപത്തുകൾ എന്ന് പറഞ്ഞാൽ ഏത് സമയത്തും ആപത്ത് വരാം. കടലിൽ പോകുന്നവന് ഏത് സമയത്തും ആപത്ത് എങ്ങനെയും വരാം. ഒന്നുമില്ലെങ്കിലും ഒരു വലിയ കെമിക്കലോ എന്തെങ്കിലും വന്ന് വലയിൽ ചുറ്റിയാൽ ഇത് വലിച്ചിട്ട് പോയാലും മതി, അതും ഭയങ്കര ആപത്താണ്. കര വന്ന് ചേരാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെ സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ വല കൊണ്ട് നീട്ടിയിടുമ്പോൾ ഇപ്പോൾ ഇന്നതാണ് വന്ന് കുരുങ്ങണേന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ ഈ വള്ളത്തിൽ അന്നുണ്ടായിരുന്ന വലയെന്ന് പറഞ്ഞാൽ പരുത്തവലയായിരുന്നു. ഈ പരുത്തവല വളരെ പടിഞ്ഞാറ് 35 പടിഞ്ഞാറ് കയറിക്കൊണ്ട് വല വിട്ട് ഇത് മീൻ ഉണ്ടായിരുന്നു, വലയിൽ മീൻ ധാരാളം ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം വിചാരിച്ച് ഈ മീൻ അടിച്ചു കൊണ്ട് പോയതായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ ഇത് വലിച്ചിട്ട് മേലിട്ട് വരുന്നില്ല. അവസാനം പിന്നെ വേറെ വള്ളക്കാരെ കൂടെ പിടിച്ച് കൊണ്ടുവന്ന് വലിച്ച് അവരെ കൂടെ ചേർത്ത് വലിച്ച് മുറിച്ചെടുക്കുകയാണ് ചെയ്തത്. വല കയ്യിരുന്ന വല കട്ട് ചെയ്ത് ഇട്ട് കളയാണ് ചെയ്തത്. വല മേലോട്ട് വരാത്തതുകൊണ്ട് എല്ലാ ദിവസവും രാവിലെ പള്ളിയിൽ പോയി ദൈവത്തിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കും. കർത്താവേ, നീ ഇതുവരെ തന്നതിനെല്ലാം നന്ദി, ഇനി തരാനിരിക്കുന്നതിനും നന്ദി. എപ്പോഴും നന്ദി പറഞ്ഞുള്ള ജീവിതമാണ് ബാക്കി കിടക്കുന്നത്. കാരണം ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, എപ്പോൾ നോക്കിയാലും സന്തോഷവാനായിട്ടാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിന് 1000 നന്ദിയും. എപ്പോഴും ദൈവത്തിൻ്റെ അടുത്ത് തന്നെയാണ് പ്രാർത്ഥിക്കുക. ദൈവമായിട്ട് കൂടുതൽ അടുത്തതെന്ന് പറയുന്നത് എൻ്റെ ഭാര്യ മരിച്ചു പോയതിന് ശേഷമാണ്. കാരണം ഭാര്യ മരിച്ചു പോയതിന് ശേഷം എൻ്റെ കയ്യിലുണ്ടായിരുന്ന തൊഴിലുകളെല്ലാം നഷ്ടപ്പെട്ടു. ഞാൻ തൊഴിലിന് പോകാതെയായി. അപ്പോൾ സ്ഥിരമായിട്ട് ഇങ്ങനെ പള്ളിയിൽ പോക്ക് മാത്രമാണ് ജോലി. അപ്പോൾ ദൈവമായിട്ട് അടുക്കാനുള്ള ഒരവസ്ഥ ഉണ്ടായി. ആ ഒരവസ്ഥയിലാണ് ഇന്ന് നീങ്ങണത്, ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. തൊഴിലൊന്നുമില്ല, എപ്പോൾ നോക്കിയാലും ദൈവമേ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ.